ഹായ്, ഇന്നത്തെ ചായ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒറ്റക്കായി പോയി. അന്നെ ഒറ്റക്കാക്കിയിട്ട് അവര് പോയി, അവരെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ പോയി, വീണ്ടും പിന്നെ അന്നെ ഒറ്റക്കാക്കിയിട്ട് അതിനിടക്ക് ഒരു ദിവസം എല്ലാരും ഇവിടെ വന്ന് എല്ലാരും കൂടി ഉണ്ടേനു. ആ, മോളും മറ്റേ മോളും മക്കളും എല്ലാം കൂടിയായിട്ട് ഇവിടെ ഉണ്ടേനു. ആ, ക്രിസ്മസിനെല്ലാം കേക്കെല്ലാം മുറിച്ചെല്ലാം റെഡി ആയിട്ട് എല്ലാരും കൂടി ആയി. എല്ലാരും മൂന്നാള് 3 ബൈക്ക് പോയി. ആ. പിന്നെ ഓള് സ്കൂള് കുട്ടിയെല്ലാം എന്നിട്ട് ഓളും മക്കളും അങ്ങ് പോയി. ഇന്ന് ഞാൻ ഇവിടെ ഒറ്റക്കായി. പിന്നെന്നാ വേണ്ടേ, എങ്ങനെയെങ്കിലും അങ്ങ് വേണ്ടേ. അങ്ങനെ 2 ദിവസം അപ്പൊ നിങ്ങൾ ഒറ്റക്കല്ല, ഞാനും ഉണ്ട്. ഒറ്റക്കല്ല ഇവനും ഇവിടെ ഉണ്ട്. അപ്പൊ ഇന്നും എന്തെങ്കിലും ചായക്ക് വിശേഷം ആകണ്ടേ എന്നിട്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും കടി കൊണ്ട് നനക്കാക്കാൻ കയ്യെല്ലാം പാവുകയില്ല, ഓളുമില്ലല്ലോ മക്കളും ഇല്ല. പിന്നെ ഞാൻ വിചാരിച്ചു പിള്ളേരില്ലായിട്ട് ശരിക്കും എന്തല്ലേ നോറയില്ലായിട്ട് എന്തോ പോലെ ഉണ്ട്. നിജോ ഇല്ല അപ്പോ രണ്ടും സ്കൂൾ കൂട്ടിയിട്ടുണ്ടാവുകയും അപ്പോഴത്തേക്ക് അങ്ങ് പോയി. പിന്നെ എന്നാ വേണ്ട. അപ്പൊ ഒന്നിപ്പം ഇത് ആയി ഉളങ്ങ് പോകാണ്ട് വെക്കാണ്ടിരിക്കാൻ തിന്നാണ്ടിരിക്കാനാവൂലല്ലോ. ഉച്ചക്കൊരു കായ് പുളിങ്കറി വെച്ചു, ചോറും വെച്ചു. രാവിലെ ദോശ വിട്ട് രാവിലെ ദോശയും ഇന്നും കട്ടൻ ചായ തന്നെ. പാല് കൊണ്ടുവന്നിട്ടില്ലപ്പാ, ഇന്നും കട്ടൻ ചായ കുടിച്ചു. അമ്മയോട് ഞാൻ ചോദിച്ചു പാല് വേണോ, അമ്മ പറഞ്ഞു വേണ്ടപ്പ മതി കട്ടൻ ചായ കുടിക്ക, പാല് വേണ്ടാന്ന് പറഞ്ഞോണ്ടാന്ന് മേടിക്കല്ല. രാവിലെയും കട്ടൻ ചായ തന്നെ അത് അന്നെ ഒരു കുറ്റം പറയുന്ന പോലെ ആക്കണ്ട നിങ്ങള്. കുറ്റം എന്നാ പിന്നെ പാല് മായിക്കൂടെ അല്ലേ. വേണോന്ന് വെച്ച് വേണ്ടപ്പാന്ന് പറഞ്ഞു. വേണോന്ന് വെച്ചാ വേണ്ടിക്ക് വേണോന്ന് പറയാ. ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ച് കിടന്ന് കുറച്ച് ഒരു 4-4:30 പിന്നെ ഞാൻ വെച്ച് ഒറ്റക്കായാലും എനിക്കൊരൊക്കെ കട്ടൻ ചായയും കുടിക്കണ്ടേ. അപ്പൊ ഞാൻ ഇവനോട് പോകുമ്പം പറഞ്ഞു എന്തെങ്കിലും ചായക്ക് കടി കൊണ്ടുവരണേന്ന്. ഇവനെ കൊണ്ടുവന്നെന്നാ ഈത്തപ്പഴം പൊരി. അത്ര രസമൊന്നുമില്ല. ഇന്നലെ കൊണ്ടുത്തന്നു ഇതാ അടിപൊളി അടിപൊളി. ചെറിയ ഈത്തപ്പഴം നുള്ളിട്ടത് മധുരമില്ല അതേ കട്ടൻ ചായയും മധുരമില്ലാതെ കട്ടൻ ചായ ഈത്തപ്പഴം നുള്ളിയിട്ട്. അതെന്നാ അമ്മ എന്നാ ചായക്ക് കടി വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ന കടി വേണോ. ഇന്നലെ ഞാൻ ഇവനോട് പറഞ്ഞ എനക്ക് വെറും ഒരു വണ്ണുള്ള ഉണ്ടക്കായി കൊണ്ട് തരണേന്ന്. നീ എന്നാ എനിക്ക് കൊണ്ട് തന്ന് ആ കുഞ്ഞു കുഞ്ഞു അതായത് വണ്ണൂലും ഉണ്ടക്കായില്ല. പിന്നെ അങ്ങ് ദൂരെ പോണം, ഞാൻ ഉണ്ടക്കായി ഉണ്ടക്കായി എന്നെ പറ്റാതെ പോലത്തെയാന്ന് എന്തോ അതും കൂട്ടി ഇന്നലെ ചായ കുടിച്ചു. ഇന്നിപ്പൊ കൊണ്ട് തന്ന് ഈത്തപ്പഴം പോയി. ഇന്നലത്തെ ഉണ്ടക്കായിന്റെ വീഡിയോ നമ്മൾ എടുത്തില്ല, അതുകൊണ്ട് അതെടുത്തിട്ടില്ല, ഇന്നലെ എടുത്തിട്ടില്ല. ഇന്ന് നോക്കുമ്പോ ഇതാ കൊണ്ടുവന്ന്. ഏതായാലും ഇതും വെച്ചിട്ട് രസമില്ലെങ്കിൽ തിന്നോക്കണ്ടേ. അതുകൊണ്ട് ഞാൻ കട്ടൻ ചായ ഇല്ലാണ്ടൊന്നുമില്ല, രസമുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്കെല്ലാം ഇഷ്ടേനു. നോക്കുമ്പോളും ഇല്ലല്ലോ. പിന്നെ കുഞ്ഞുമോളും മോനും ഇല്ലാതുകൊണ്ട് എന്തോ പോലെ ഇരിക്കുന്നപ്പോ. അപ്പൊ രാത്രി ഇന്ന ചായക്കടിയാക്കല്ല. ഇന്നീ രാവിലെ ദോശയും ചുട്ടു. ഇന്നലെ ദോശ, ഇന്ന് ദോശ, ഇനി രാത്രിയും ദോശ. ഞാൻ ആക്കണ്ടപ്പോ എനിക്കൊന്നും കയ്യല്ല. ഒരു കാര്യം നമുക്ക് ചപ്പാത്തി മേടിച്ചിട്ട് 2 മുട്ട ഇതാക്കിട്ട് ആക്കാം. ചപ്പാത്തി എനിക്ക് വേണമെങ്കിൽ ചപ്പാത്തി വാങ്ങിക്കാം. അത് അമ്മേന്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് കൊടുത്താലും തൃപ്തിയാവില്ല. ദോശ മേടിച്ചാൽ പോലും പൊറോട്ട മേടിച്ചാൽ പോലെ, പൊറോട്ട കൊണ്ട് കൊടുത്താൽ പറയും പുട്ട് മേടിച്ചു കൊടുക്കുന്നത്. ഒന്നിനും സംതൃപ്തി കണ്ടെത്തൂല. പക്ഷെ കുറ്റവും പറയും. അത് അമ്മേന്റെ ഏറ്റവും വലിയ കുഴപ്പം. എന്നാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാലോ അത് പറയേയില്ല. എന്നാ പിന്നെ ഇന്നലെ ഉണ്ടക്കായ്ക്ക് പറഞ്ഞു എങ്ങനെ ചെറിയ ഉണ്ട കൊണ്ടുവന്നേ. ഞാൻ കൊണ്ടുവന്നത് ഉണ്ടക്കായില്ല, ബണ്ണും കുറച്ച് പോയിട്ട് എന്റെ പറ്റില്ല. ഇന്നിപ്പം കൊണ്ടുവന്ന് ഈത്തപ്പഴംപൊരി, അതും കുഞ്ഞു കുഞ്ഞാന്ന് ഇതാപ്പാ. പിന്നെ ഈത്തപ്പഴംപൊരി വലുതാക്കണം. ഈത്തപ്പഴംപൊരി ആവൂല. ഏതായാലും ഇന്നത്തെ ചായ ഇങ്ങനെ കഴിഞ്ഞു. അപ്പൊ ഏതായാലും തിന്നിങ്ങള് നോക്കറാ ഒന്നനക്കോട്ട്. രസമുണ്ട്. കട്ടൻ വേണോ? കുടിച്ചോ? നീ കുടിച്ചല്ലോ കൂടി. അപ്പൊ ഏതായാലും ഇന്നത്തെ ചായ വിശേഷം ഇവിടെ അവസാനിക്കാൻ പോക്കാന്ന്. അപ്പൊ നല്ലൊരു ഹായ് പറഞ്ഞേ. ബായ്. ഹായ് അല്ലേ, ബായ്.